നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് 960 അഥവാ ഫിഷർ റാൻഡം ചെസ് എന്ന ചെസ് വേരിയന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ശരിക്കും നമ്മുടെ ക്ലാസിക്കൽ ചെസ് പോലെ തന്നെയാണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ചെസ്സിൽ എല്ലാ ഗെയിമുകളിലും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കരുക്കളുടെ പൊസിഷൻ സെയിം തന്നെ ആയിരിക്കും, അതിന് യാതൊരു മാറ്റം ഉണ്ടായില്ല. എന്നാൽ 960 അങ്ങനെയല്ല. അതിൽ ഓരോ ഗെയിമുകളും വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനുകളിലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു പൊസിഷൻ കാണിക്കാം. ഇതാണ് അതിലെ ആദ്യത്തെ പൊസിഷൻ. ഇതുപോലെ കരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ആകെ 960 രീതിയിൽ ബോർഡ് സെറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വേരിയന്റിന് ചെസ് 960 എന്ന പേര് വന്നിരിക്കുന്നത്. ബാക്കി മൂവുകളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ബോർഡ് സെറ്റ് ചെയ്യുമ്പോഴും കാസിലിംഗ് ചെയ്യുമ്പോഴും കുറച്ച് നിയമങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, വൈറ്റിൻ്റെ ഭാഗത്ത് എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണോ ബ്ലാക്കിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ A1 ബിഷപ്പ്, അതുപോലെ ബ്ലാക്കിന് A8 ബിഷപ്പ് ഉണ്ട്. അതുപോലെ എല്ലാ കരുക്കളും അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് ബിഷപ്പുകളാണ്. ബിഷപ്പുകൾ രണ്ടും ഓപ്പോസിറ്റ് കളറിൽ തന്നെ ആയിരിക്കണം, അടുത്തടുത്ത് തന്നെ വരണമെന്നല്ല. ഒന്ന് ഡാർക്ക് സ്ക്വയറിലാണെങ്കിൽ അടുത്തത് ലൈറ്റ് സ്ക്വയറിൽ തന്നെ ആയിരിക്കണം. പിന്നെ മൂന്നാമത്തതും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, കിങ്ങിനെ പ്ലേസ് ചെയ്യേണ്ടത് രണ്ട് റൂക്കളുടെ ഇടയ്ക്കായിരിക്കണം. ഇതുപോലെ അടുത്ത് തന്നെ വരണമെന്നില്ല. നമുക്ക് മറ്റൊരു പൊസിഷൻ നോക്കാം. ഇതുപോലെ മാറിയിട്ടാലും പ്രശ്നമല്ല, കിങ് എപ്പോഴും രണ്ട് റൂക്കളുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടാകണമെന്നേ ഉള്ളൂ. അതായത് രണ്ട് സൈഡിലേക്കുള്ള കാസ്റ്റിങ്ങിനുള്ള സൗകര്യം കണക്കാക്കിയായിരിക്കും ഇങ്ങനൊരു നിയമം കണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് റൂക്കളുടെയും ഇടയ്ക്കല്ലാതെ കിങ് ബോർഡിൻ്റെ സൈഡിൽ വേറെ എവിടെയെങ്കിലും ആയിപ്പോയാൽ ഒരു സൈഡിലേക്ക് മാത്രമേ പിന്നെ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാവും. ഇതിപ്പോൾ ഈ 960 പൊസിഷനിൽ 27ാമത്തെ പൊസിഷനാണ് നിലവിൽ ബോർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പൊസിഷനും കോഡുണ്ട്. ഗെയിം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ 960 പൊസിഷനിൽ നിന്നും ഏതെങ്കിലും ഒരു പൊസിഷൻ തിരഞ്ഞെടുത്ത ശേഷം ആ പൊസിഷൻ സെറ്റ് ചെയ്തായിരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ ഗെയിം ഏത് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഓരോ ഓപ്പണിങ്ങും കാണാതെ പഠിച്ചു വയ്ക്കുന്നതുകൊണ്ട് ആദ്യത്തെ 10, 15, 20 മൂവുകളൊക്കെ ഈസി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മൂവ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ അത് നടക്കില്ല. ഇവിടെ ഈ 960 പൊസിഷനുകളും കാണാതെ പഠിച്ചു വെച്ച് അതിൻ്റെ ഓപ്പണിങ്സ് പഠിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെസ് പ്ലേയേഴ്സ് മുൻകൂട്ടി പഠിച്ച കാര്യങ്ങൾ ബോർഡിൽ നടപ്പിലാക്കുന്നതിന് പകരം ഓരോ മൂവും സ്വന്തമായി ചിന്തിച്ച് തന്നെ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഫിഷർ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൽ കാസ്ലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാസ്ലിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൻ്റെ സെയിം നിയമങ്ങൾ തന്നെയാണ്. രാജാവും കാസ്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂക്കും മുൻപ് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകാൻ പാടില്ല. ചെക്കുള്ളപ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് മറ്റ് കരുക്കൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കിങ് കടന്നു പോകുന്നതോ അല്ലെങ്കിൽ എത്തിച്ചേരുന്നതോ ആയ കളങ്ങളിലൊന്നും എതിരാളിക്ക് കൺട്രോൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൽക്കാലം മറ്റു കരുക്കൾ ബോർഡിൽ നിന്ന് ഒഴിവാക്കാം. ഈ പൊസിഷനിലാണ് ഉള്ളതെന്ന് കരുതുക. നമ്മളിപ്പോൾ ക്വീൻ സെല്ലിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ കാസ്റ്റിംഗ് ചെയ്യുന്ന സെയിം രീതി തന്നെയാണ്. സാധാരണ നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ കിങ് E1 ഉണ്ടാകുന്നത്, അതുപോലെ റൂക്ക് A1 ആ സമയത്ത് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ E1 കിങ്ങിനെ C1 വയ്ക്കുന്നത്, അതുപോലെ A1 റൂക്കിനെ എടുത്ത് D1 വയ്ക്കും. ഇവിടെ ഇപ്പോൾ ആ റൂക്ക് D1 തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കിങ്ങിനെ C1 തന്നെ കൊണ്ടുവച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ ക്വീൻ സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്ന സെയിം പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കിങ് സെല്ലിലെ കാസ്റ്റിംഗിൻ്റെ കാര്യവും. അതും സെയിം തന്നെയാണ്. അവിടെയും നമുക്ക് കിങ് E1 ഉണ്ടാകുന്നത്. ആ കിങ്ങിനെ എടുത്ത് നമ്മൾ G1 വെച്ച ശേഷം റൂക്കിനെ F1 വയ്ക്കുന്നത്. ഇവിടെയും സെയിം തന്നെയാണ്. ആദ്യം കിങ്ങിനെ എടുക്കണം, കിങ്ങിനെ എടുത്ത് G1 വയ്ക്കണം. അതിനുശേഷം ആ റൂക്കിനെ F1 വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ കാസ്റ്റിംഗ് ചെയ്യുന്ന സെയിം പൊസിഷനിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമുക്ക് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ കിങ്ങും റൂക്കും ഏത് പൊസിഷനിൽ തന്നെ ആയിരുന്നാലും കാസ്റ്റിംഗിന് ശേഷം നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിലെ അതേ പൊസിഷനിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ആദ്യം കണ്ട പൊസിഷൻ നോക്കാം. ആ പൊസിഷനിൽ രണ്ട് റൂക്കളുടെ അടുത്ത് ചേർന്നായിട്ട് തന്നെയാണ് കിങ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ക്വീൻ സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ക്വീൻ സെല്ലിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കിങ് C1 വരണം. ഇവിടെ ഇടുന്ന കിങ്ങിനെ ഇവിടെ വയ്ക്കാം. അതിനുശേഷം ഈ റൂക്കിനെ D1 വയ്ക്കാം. ഇത് ഒരു മൂവായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ പൊസിഷനിൽ കിങ് സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കിങ് സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലെ റൂക്ക് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ ഈ റൂക്കിനെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ ആദ്യം ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റണം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിലെ റൂക്കിനെ F1ലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ കാസ്ലിംഗ് ആയി. ഈ നിയമങ്ങളെല്ലാം അറിയുന്നതും ഇതിലെ ടൂർണമെൻറ്റുകൾ കളിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടെന്നറിയാം. നമ്മളിനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രീ സ്റ്റൈൽ ചെസ്സിൽ കുറച്ച് ഗെയിമുകൾ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ഇതിലെ നിയമങ്ങൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് ഈ വേരിയൻറ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.